മരിച്ചത്. അതേ രാമഭക്തനായ മഹാത്മാഗാന്ധി അബുൽ കലാം ആസാദിന്റെ ചുമലിൽ കൈവച്ച് അല്ലാഹുവേ എന്ന് വിളിച്ച അബുൽ കലാം ആസാദുമായി ഐക്യത്തിൽ ജീവിച്ച ഭാരതത്തിന്റെ സവിശേഷമായ പവിത്രത, ചരിത്രത്തിന്റെ ഇന്നലകൾക്കപ്പുറത്ത് നാം അറിയാതെ മറന്നുപോയ ചരിത്രപാഠങ്ങളിൽ ഒന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗത്തിലെ ആദ്യത്തെ ഭാഗം ഇതാ: നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആൻ എന്താ? ഖുർആൻ നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ടാവും. ഞാൻ ഒരുപാട് വേദവാക്യങ്ങൾ ഉദ്ധരിച്ചു. എന്താണ് ഖുർആൻ? എന്താണ് ബൈബിൾ? ബൈബിൾ, ഖുർആൻ, വേദങ്ങൾ, സെന്നവസ്തു, തെൽമൂദ്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശേഖരോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ഇതൊക്കെ ഉപനിഷത്തുക്കളാണ്. ആരണ്യകങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ. ശ്രുതികളും സ്മൃതികളും രണ്ടായി വേദങ്ങളെ തിരിച്ചു, അല്ലെ? ഉപാസനാകാന്ഡമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പലതിനെയും വിജ്ഞാനകാന്ഡമുണ്ട്. അങ്ങനെ കാണ്ഡങ്ങളായി, ഖണ്ഡികകളായി തിരിച്ചു. ഋഗ്വേദത്തിന് 10 മണ്ഡലങ്ങളുണ്ട്, യജുർവേദമുണ്ട്, അങ്ങനെ പല അധ്യായങ്ങളുമുണ്ട്. അതുപോലെ സെന്നവസ്തുണ്ട്, തെൽമൂദുണ്ട്. ഇങ്ങനെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒടുവിലത്തെ ഒരു ഗ്രന്ഥമുണ്ട്. അത് അറബി ഭാഷയായതുകൊണ്ട് ആ ഭാഷയോട് വിയോജിപ്പുണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടോ? പാടില്ല. ഭാഷയെല്ലാം ദൈവദത്തമാണ്, ഭാഷയെല്ലാം ദൈവദത്തമാണ്. വിശുദ്ധ ഖുർആൻ, ഞാൻ നിങ്ങൾക്ക് 3 സൂക്തങ്ങൾ ഖുർആനിൽ നിന്ന് പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഈ 3 സൂക്തം ഉൾക്കൊള്ളുന്ന ഖുർആൻ മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ കഴുത്തറക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? വിമർശിക്കുമ്പോഴേക്ക് മാശ കൈവെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ കേൾക്കണം. ഇത് എന്റെ ബാധ്യതയാണ്. ഇസ്ലാം എന്താന്ന് പറയൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 213-ാമത്തെ സൂക്തം. ആ സൂക്തത്തിൽ പറയണം, മതം എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ അറിയണം, എന്നിട്ട് നമ്മൾ നന്നായി ജീവിക്കണം. ഏത് മതം വിശ്വസിക്കുമ്പോഴും അന്യന്റെ മതവിശ്വാസങ്ങളെ നമ്മൾ ശക്തമായി എതിർക്കുമ്പോഴും മനുഷ്യരെന്ന നിലയിൽ അവരോടുള്ള സ്നേഹം, അടങ്ങാത്ത സ്നേഹം, അത് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കാത്തത് ഇന്ന് നമുക്ക് യഥാർത്ഥ മതമല്ല പഠിപ്പിക്കപ്പെടുന്നത്. അതിന്റെ തകരാറുണ്ട് നമുക്ക്. ആ തകരാറ് നമ്മൾ തിരിച്ചറിയണം. അത് ഹിന്ദു സമൂഹം അറിയണം, മുസ്ലിം സമുദായം അറിയണം. നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്വാമിയോട്, സ്വാമിജികളോട്, ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ആദരണീയ പണ്ഡിതനോട് ഒക്കെ എനിക്ക് സൂചിപ്പിക്കാം, ഞാൻ മുസ്ലിം വിഭാഗത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഇസ്ലാമിക ധർമ്മത്തിൽ എളിഞ്ഞും പിന്നെ നിൽക്കുന്ന ഒരു എളിയ പ്രബോധകനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫു ഫീ. വിശുദ്ധ ഖുർആൻ പറയട്ടോ, മനുഷ്യർ, അടിവരയിടണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട പാലാട്ട, ഇതൊന്ന് അടിവരയിടണം. ദേവാ, സുരേന്ദ്ര, എല്ലാവരും, ദേവകി അമ്മയോടൊക്കെ, എന്റെ അനുജത്തിമാരോട്, ശ്രീദേവിയോട്, ദമയന്തിയോട്, കല്യാണിയോട്, ഏലിയമ്മയോട്, സാറാമ്മയോട് എന്താ പറയുന്നത്? മനുഷ്യർ ഒരൊറ്റ സമുദായമായി. നിങ്ങൾ വ്യത്യസ്തരല്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ, പാശ്ചാത്യൻ, പൗരസ്ഥൻ, കറുത്തവൻ, വെളുത്തവൻ, തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ അല്ല. നിങ്ങൾ ഒരൊറ്റ സമുദായം, ഒരു തറവാട്ടിലെ അംഗങ്ങൾ. ഞാനൊന്ന് വളരെ ഹൃദയമായി പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ തറവാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും തറവാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ അച്ഛനും അമ്മയും വളർന്ന തറവാട്, നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും വളർന്ന തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നു, മാറാല കെട്ടിയിരിക്കുന്നു, ഏഴുജന്തുക്കൾ വന്നിരിക്കുന്നു. ആ തറവാട് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുണ്ട്. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും തറവാട്, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും തറവാട്. നോക്കൂ, കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമുദായം ഒരേക സമുദായം. അവർ ഭിന്നിച്ചു, കണ്ടോ? ഏക സമുദായമായപ്പോൾ അവർ ഭിന്നിച്ചപ്പോൾ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ ദൈവം പ്രവാചകന്മാരെ അയച്ചു. എന്നിട്ട് അവരെ ഏകത്വത്തിലേക്ക്, എങ്ങനെ? ജ്യേഷ്ഠനും അനുജനും പരസ്പരം തിരിച്ചറിഞ്ഞില്ല. ദേവകി ഭാസ്കരന്റെ അനുജനായിരുന്നു, മുഹമ്മദിന്റെ അനുജത്തിയായിരുന്നു. തിരിച്ചറിഞ്ഞപ്പോ തറവാട്ടിലേക്ക് മടങ്ങണം. വിശുദ്ധ ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുന്ന കാതലായ കാര്യം അതാ, തറവാട്ടിലേക്ക് തിരിച്ചു നടക്കുക. എന്റെ പ്രസംഗത്തിന്റെ മെസ്സേജ് തന്നെ അതാ. എല്ലാ മനുഷ്യകുലത്തിന്റെ തറവാട്ടിലേക്ക് എല്ലാവരും മടങ്ങിപ്പോവുക. മനുഷ്യകുലത്തിന്റെ തറവാട്, നമ്മുടെ തറവാട്, ആ തറവാട്ടിലേക്ക് നമ്മൾ മടങ്ങിപ്പോണം. അതാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നിട്ടോ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്, ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനായി പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയച്ചു. പ്രവാചകന്മാർ വന്നതെന്തിനാ? കൃഷീശ്വരന്മാർ വന്നതെന്തിനാ? നന്മ പഠിപ്പിക്കാനാ, തിന്മ പഠിപ്പിക്കാനല്ല, നല്ലത് പഠിപ്പിക്കാൻ.
നല്ലത് ദൈവത്തെ മാത്രം ആരാധിക്കണം, വഞ്ചിക്കരുത്, ചതിക്കരുത്, ഭാര്യയെ സംരക്ഷിക്കണം, അതുപോലെ മദ്യപിക്കരുത്, പലിശക്ക് കൊടുക്കരുത് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ വേദഗ്രന്ഥം മനുഷ്യരെ പഠിപ്പിച്ചു. ഒരു വാചകം കൂടെ നിങ്ങൾ നോക്കൂ. വമാ കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫഖ്തലഫു വലൗലാ കലിമത്തു. നോക്കൂ, മനുഷ്യർ ഒരൊറ്റ സമൂഹമായിരുന്നു, എന്നിട്ടവർ ഭിന്നിക്കുകയാണ് ഉണ്ടായത്. കണ്ടോ? എന്നിട്ടവർ ഭിന്നിച്ചുപോയി. നമ്മളൊക്കെ ഒന്നായിരുന്നു, നമ്മൾ ഭിന്നിച്ചുപോയി. ഈ ഭിന്നത തീർക്കാൻ എന്താണ് വഴി? വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്നേഹപുരസ്സരം തള്ളിക്കളയാം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫത്തഖൂൻ. നോക്കൂ, തീർച്ചയായും ഇതാകുന്നു നിങ്ങളുടെ ഏക സമുദായം, നിങ്ങളുടെ ദൈവം ഏകനാകുന്നു. ആ ഏകനായ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾ സൗഖ്യത്തിലും സൗഭാഗ്യത്തിലുമായി തീരും. ഇത് ഉജ്ജ്വലമായ ഒരു മെസ്സേജാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമുക്കിടയിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ എന്തുകൊണ്ടാണ് ഭിന്നിച്ചു പോയത്? അപ്പൊ നമ്മൾ ഒരു വിഭാഗം ആളുകൾ അവരുടെ ദൈവത്തിലേക്ക് ക്ഷണിക്കും, വേറൊരു വിഭാഗം അവരുടെ ദൈവത്തിലേക്ക് ക്ഷണിക്കും. ഈ ദൈവമാണ് ഞങ്ങൾക്ക് പ്രസാദിക്കുന്നതെന്ന് പറയും. അടിസ്ഥാനപരമായാണോ? അടിസ്ഥാനപരമായി ഒറ്റ ദൈവമാണ് ഇതൊക്കെ പ്രസാദിക്കുന്നത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? വേദം പഠിച്ചു നോക്ക്. നിങ്ങൾ വേദം പഠിച്ചു നോക്ക്. ഋഗ്വേദം ഞാൻ പറയാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ ഋക്ക് 1-ാമത്തെ സൂക്തം. എങ്ങനെ? ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. അതിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ ഋക്ക് 1-ാമത്തെ സൂക്തം എന്താ? ഹിരണ്യ ഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാകാര പൃഥ്വ്യൂം ദ്യാമു ദേവായ കശ്മൈ ദേവായ അഭിശാപിതേമാ. നോക്കൂ, ഈ മഹാപ്രപഞ്ചത്തെ ഗർഭം ധരിച്ച പ്രപഞ്ചത്തിന്റെ നാട് ഈ ആകാശം. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇപ്പൊ മനുഷ്യവാസം ഇവിടെയുണ്ട്. മനുഷ്യവാസമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? മനുഷ്യർ ഈ ഭൂമുഖത്തില്ലാത്ത കാലഘട്ടം. ചിന്തിക്കണം കേട്ടോ, ഈ പോയിന്റ് പ്രത്യേകമായി ചിന്തിക്കണം. മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത കാലഘട്ടത്തിൽ ആകാശമുണ്ടോ? ഉണ്ട്. ഭൂമിയുണ്ടോ? ഉണ്ട്. മഴയുണ്ടോ? ഉണ്ട്. കാനനങ്ങളുണ്ടോ? ഉണ്ട്. കാട്ടാറുകളുണ്ടോ? ഉണ്ട്. കൃമികീടങ്ങളുണ്ടോ? ഉണ്ട്. അന്ന് ദേവാലയമുണ്ടോ? ഇല്ല. ദൈവവിശ്വാസികൾ എന്ന് മനുഷ്യരുണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നു, മനുഷ്യവാസമില്ലാത്തതിന്റെ മുമ്പ്, ദേവാലയങ്ങളില്ലാത്തതിന്റെ മുമ്പ്, പ്രത്യേക പ്രതിഷ്ഠകളില്ലാത്തതിന്റെ മുമ്പ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ശക്തിയാരാ? ആ ശക്തിയാകുന്നു നമ്മുടെ ഒക്കെ സൃഷ്ടാവ്. അവനെ ആരാധിക്കാനേ വേദം പറഞ്ഞുള്ളൂ, അല്ലേ? സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം, വിവിധ വോള്യങ്ങൾ. അതിൽ അദ്ദേഹം പറയാണെന്ത്? ചില ആളുകൾ ആ ദൈവത്തെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, ചില ആളുകൾ അള്ളാഹു എന്ന് വിളിക്കുന്നു, ചില ആളുകൾ യഹോവ എന്ന് വിളിക്കുന്നു. ഏത് പേരിൽ വിളിച്ചാലും ഒറ്റനാഥൻ. ഋഗ്വേദത്തിന്റെ 1-ാം മണ്ഡലം ഏകം സത് ബഹുധാ വിപ്രവദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം. വിശുദ്ധ ഖുർആൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം 114-ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേരെന്താണെന്നറിയോ? അന്നാസ്, മനുഷ്യർ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൂതൻ, ജൈനൻ എന്നല്ല, മനുഷ്യർ. മാസ്, പീപ്പിൾ, മനുഷ്യർ. അതിലെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ? മനുഷ്യരുടെ ദൈവമേ, ഞാൻ നിന്നോട് സഹായം തേടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ വർഗീയത പൂർണ്ണമായിട്ട് അവസാനിക്കും. മനുഷ്യരുടെ ഈശ്വര, മനുഷ്യരുടെ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. മഹാനിർവഹണ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അതറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വേദപണ്ഡിതനല്ല, പക്ഷേ മതത്തിന്റെ സാരാംശങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വളരെ കൃത്യമായ ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. എന്തായാലും അർത്ഥം, ആരാധനകൾ മുഴുവനും ഈശ്വര നിനക്കാണ്. എന്റെ ശരണം വിളികൾ മുഴുവനും നിനക്കാണ്. എന്റെ കാലിൽ ഒരു മുള്ളു നിറച്ചാൽ പോലും നമ്മൾ വിളിക്കേണ്ടതാരെ? പ്രപഞ്ചത്തിന്റെ നാഥനെ, സാക്ഷാൽ ദൈവത്തെ, ദൈവത്തിന്റെ സൃഷ്ടികളെ അല്ല എന്ന് വളരെ വ്യക്തമായി വേദം പഠിപ്പിക്കുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥപ്രകാശം, ലൈറ്റ് ഓഫ് ട്രൂത്ത്, 515-ാമത്തെ പേജ്, 12-ാമത്തെ പേജ്, 13-ാമത്തെ പേജ്, 38-ാമത്തെ പേജ്. ഈ പേജുകൾ നിങ്ങൾ വായിച്ചാൽ ഞെട്ടി അത്ഭുത പരതന്ത്രരായിപ്പോ. അതെന്താ? ഈ ഓച്ചിറ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അമ്പലമില്ലാതെ
ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തി ഓ ചിറയിൽ. ഇവിടെ ഈ അമ്പലത്തിനുള്ളിൽ പ്രതിമയില്ലാന്ന്. യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രതിമയുണ്ടോ? യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം പറയുന്നത് നതസ്യ പ്രതിമാ അസ്തി, നതസ്യ പ്രതിമാ അസ്തി. ആ ദൈവത്തിന് പ്രതിമയില്ല. പ്രതിമയില്ലാത്ത ദൈവം, നമ്മുടെയൊക്കെ ഈശ്വരൻ, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയ സാക്ഷാൽ അല്ലാഹു, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അതാണ്. ആ ദൈവത്തെ ആരാധിച്ചാൽ നമുക്കിടയിലുള്ള വർഗീയത തീർന്നു, നമുക്കിടയിലുള്ള സംഘടനം തീർന്നു, നമുക്കിടയിലെ ബാബരി മസ്ജിദ് അവസാനിച്ചു, നമുക്കിടയിലെ സകല കലാപങ്ങളും അവസാനിച്ചു. ഏകനായ ദൈവത്തെ. ബൈബിള് കൃത്യമാണ്. ബൈബിളിലെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം എന്താണെന്നറിയോ? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ നീ എന്റെ രൂപം കണ്ടിട്ടില്ല. അശോ അങ്ങനെ തന്നെയാണ്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ എന്റെ രൂപം നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ വാചകം മലയാളത്തിൽ തുടങ്ങണ അങ്ങനെ. ശ്രദ്ധിക്കുക, ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ അതിന്റെ മുമ്പിൽ ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെയോ ഭൂമിയിലെ ഉരകവർഗങ്ങളുടെയോ ആഴിയിലെ മത്സ്യാദികളുടെയോ ഒന്നിന്റെയും രൂപം, സൂര്യന്റെ ചന്ദ്രന്റെ ഒന്നിന്റെയും അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗ പ്രണമിക്കരുത്. എന്നിട്ടും ക്രൈസ്തവർ വിഗ്രഹത്തെ ആരാധിക്കുന്നു, എന്നിട്ടും ഹൈന്ദവർ വിഗ്രഹത്തെ ആരാധിക്കുന്നു, എന്നിട്ടും മുസ്ലിങ്ങൾ ഓച്ചിറ ഉപ്പാപ്പയെ ആരാധിക്കുന്നു. ഇവിടെയാണ് നമ്മളൊക്കെ തെറ്റിപ്പോയത്, ഇവിടെയാണ് നമ്മളൊക്കെ പിഴച്ചുപോയത്. അവിടെ നമ്മൾ സാക്ഷാൽ നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്, അല്ലെ? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ ബാല? എന്ത് മനസ്സിലാക്കാൻ രവി? അതിൽ ഇതാണ് മനസ്സിലാക്കാൻ. എന്താണ്? ഒരു ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ദേവകിക്ക് 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ അമ്മ 7 മക്കളെ മുമ്പ് പ്രസവിച്ചു. ആ അമ്മയെ ഗർഭം ധരിപ്പിച്ച ശക്തിയാര്? ആ അമ്മക്ക് ഗർഭപാത്രം നൽകിയ ശക്തിയാര്? അവനാകുന്നു സാക്ഷാൽ ദൈവം. അവനെയാണ് ആരാധിക്കേണ്ടത്. എങ്കിൽ മനുഷ്യരൊക്കെ ഒന്നായി ചേരും. മനുഷ്യരൊക്കെ ഇപ്പൊ സൂര്യൻ, ഞാൻ നിങ്ങളോട് ഈ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ ആകാശം കണ്ടുവോ ബാല? കണ്ടു. സുരേന്ദ്ര ഭൂമി കണ്ടുവോ? കണ്ടു. ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ, അവനെ ആരാധിക്കുക. അതാണ് ത്വമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിപതിനാ പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേദ്യം. സകല ലോകത്തിന്റെയും ആരാധ്യൻ, സകലരുടെയും ആരാധ്യൻ, എല്ലാ ദേവീ ദേവന്മാരുടെയും പരമാരാധ്യൻ ആ ഈശ്വരനെ നമിച്ചാലും. ഹിന്ദുധർമ്മ പരിചയം എന്നിട്ടൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള എഴുതിയിട്ടുള്ള ഹിന്ദുധർമ്മ പരിചയം. പി പരമേശ്വരനല്ല, പി പരമേശ്വരൻ പിള്ള വിചാരകേന്ദ്രം ഡയറക്ടറാണ്. അത് വ്യത്യാസമുണ്ട്. പുറനാട്ടുകര പിന്നെ ശ്രീരാമകൃഷ്ണ മഠം. ആ പുസ്തകത്തിന്റെ ഒന്നോ പലതോ എന്ന ചാപ്റ്റർ 148-ാമത്തെ പേജ്. അതിൽ പറയാണ്, ഒരു ദേവിക്കും ഒരു ദേവനും ഈശ്വരൻ കഴിവ് കൊടുക്കാതെ ഒരു പുൽക്കൊടി പോലും നീക്കാൻ സാധ്യമല്ല എന്നാണ്. ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല, ഒരു ബീവിക്കും സ്വന്തമായി കഴിവില്ല. ഇത് എന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, ഇത് എന്നെ മുസ്ലിങ്ങൾ ഒരു ഭാഗം വിശ്വസിക്കുന്നു. ഇത് ശരിയല്ല എന്നാണ് വേദം പഠിപ്പിക്കുന്നത്. ഇത് ശരിയാണ് എന്നല്ല, ഇത് ശരിയല്ല എന്നാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ആ പരബ്രഹ്മമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ 25-ാമത്തെ ചാപ്റ്റർ മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയാണെന്ത്? അവിടെ വ്യക്തമായി പറയുന്നു, വേദം അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാമബുദ്ധയാ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. ദൈവം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ പ്രാപിച്ചു വരുന്നവനല്ല ദൈവം. ദൈവം സാക്ഷാൽ ഈശ്വരനാ. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകത്തിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം സ്ഥാപിക്കാൻ, അധർമ്മമില്ലായ്മ ചെയ്യാൻ, സാധുക്കളെ സംരക്ഷിക്കാൻ, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാൻ, അതാണ് ധർമ്മബോധം എന്ന് പറയും. പ്രവാചകന്മാരെയാണ് ഇസ്ലാം അയക്കുക. മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെ. അവർ വന്നിട്ട് മനുഷ്യരെ, നമ്മളെയൊക്കെ ആ ദൈവ മതത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. ഒറ്റ മതം,
സജൽ ഏകം സത് ബഹുദ. എവിടെയാണ്? ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മത്തിൽ കർമ്മം ചെയ്ത് സമാധി